സാർ ഒറ്റ പണി മുടക്കുന്ന സമ്മതിക്കുന്നു. യോജിക്കുന്നില്ല. യോജിക്കുന്നില്ല എന്ന് പറയാൻ കാരണം സർക്കാർ ജീവനക്കാരുടെ എന്തെല്ലാം ആനുകൂല്യങ്ങൾ കിട്ടാനുണ്ട്, DA കുടിശ്ശിക കിട്ടാനുണ്ട്, അവർക്കാവശ്യമല്ലോ DA കുടിശ്ശിക പൂർത്തീകരിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. DA കുടിശ്ശിക പൂർത്തീകരിക്കുന്ന ഈ ബഡ്ജറ്റിലല്ലയോ? അല്ല ഞാൻ ചോട്ടെ, ഇതിനകത്ത് എത്ര ജീവനക്കാരുണ്ട്? സാറ് മാത്രം വെച്ചിട്ടൊന്നും ഇതിനെ നടക്കത്തില്ലല്ലോ. അപ്പൊ സാറ് വ്യക്തമായിട്ട് അറിയാലോ. സമരം ചെയ്യാനുള്ളത് പോലെ ഇരിക്കാനുള്ള അവകാശമുണ്ട്. തീർച്ചയായിട്ടും 5 മണി വരെ ജോലി ഒപ്പിട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഞങ്ങൾ അടപ്പിക്കത്തുമില്ല. കാര്യം ഗവൺമെന്റിനോട് നിങ്ങൾ അത്രയും ജീവനക്കാരെന്ന് പറഞ്ഞാൽ കോൺഗ്രസ് സംഘടനയിൽ നിൽക്കുന്ന ആൾക്കാരെന്ന് പറഞ്ഞാൽ ഗവൺമെന്റിനോട് അത്ര പ്രതിബദ്ധതയുള്ളവരാണ്. നിങ്ങൾ ഇരുന്ന് ജോലി ചെയ്യണം. ഒരു കാരണം വെച്ചാലും സാറ് പോകണ്ട. പിന്നല്ലാതെ നമ്മുടെ ജയിലിൽ പ്രസിഡന്റല്ലേ പട്ടാളി അല്ലേ? പട്ടാളിയല്ലേ? ഗവൺമെന്റിനോട് പരിശീലനത്തിന്റെ ഭാഗമായി ജോലി ചെയ്യും. ഇത് പത്തനാപുരം താലൂക്ക് ഓഫീസാണ്. അപ്പോൾ സമരക്കാർ വന്നെങ്കിലും അവർ 5 മണി വരെ ജോലി ചെയ്യുമെന്നാണ് നമ്മുടെ പത്തനാപുരം താലൂക്ക് ഓഫീസിലെ 3 ജീവനക്കാർ മാത്രമാണ് ഇന്ന് എത്തിയിട്ടുള്ളത്. അവർ 5 മണി വരെ ജോലി ചെയ്യാൻ വേണ്ടി ഇരിക്കുകയാണ്. സമരക്കാർ വന്നപ്പോൾ അവരോട് പറയുകയും ചെയ്തു ഞങ്ങൾ 5 മണി വരെ ജോലി ചെയ്യുമെന്നു. എന്തായാലും ജോലി ചെയ്യാൻ തന്നെ തീരുമാനിച്ചില്ലേ സാറേ? സമരത്തിന് അനുകൂലമല്ല അല്ല? ഓക്കെ ജീവനക്കായി ഡയസ്നോട് പ്രഖ്യാപിച്ച് ഞാൻ എൻ്റെ ഒരു ദിവസം ശമ്പളം തന്നെ സർക്കാർ ഞാൻ ഇതിനെ അങ്ങോട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. ഡയസ്നോലും സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പം 10,000-3,000 രൂപ നഷ്ടപ്പെടുത്തേണ്ട ആവശ്യമില്ല. എനിക്ക് ആ ഒരു 3,000 രൂപ കിട്ടുമ്പോൾ എനിക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ 3,000 രൂപ പറയുമ്പോൾ എന്ത് ചെയ്യും? എൻ്റെ മാസം ബഡ്ജറ്റ് എന്ത് ചെയ്യും? താളം തെറ്റും. തീർച്ചയായിട്ടും താളം തെറ്റും. അപ്പോൾ നമുക്ക് ജോലിയാണ്. 5 മണി വരെ ജോലി ചെയ്യാൻ മനസ്സുണ്ട്. പല സ്ഥലങ്ങളിലും ചെല്ലുമ്പോൾ എങ്ങനെയെങ്കിലും ഒന്ന് അടപ്പിക്കാൻ വേണ്ടി ജീവനക്കാരാണ് വിളിക്കുന്നത്. ഒപ്പിട്ട് കഴിഞ്ഞിട്ട് അവർക്ക് വീട്ടിൽ പോകാൻ വേണ്ടിയിട്ടേ. ഇവിടെ അങ്ങനെയല്ല. 3 പേര് ഒപ്പിട്ടിട്ടുണ്ട്. ഈ 3 പേരും 5 മണി വരെ ഇവിടെ എന്ത് ചെയ്യും? 5 മണി കഴിഞ്ഞിട്ടേ പോകും. എന്തായാലും സമരക്കാരോട് തുറന്നു പറയാൻ കാണിച്ചൊരു ഇതുണ്ടല്ലോ. അവരത് അംഗീകരിക്കുകയും ചെയ്തു. അവർ വലിയ ബഹളം കാണിച്ചില്ല. സമാധാനപരമായിട്ട് അവർ പോവുകയും ചെയ്തു. അതല്ല നമ്മൾ പല സുഹൃത്തുക്കളല്ലേ. ഓക്കെ, എന്തായാലും തുറന്നു പറഞ്ഞല്ലോ സാറ്. ഓക്കെ, താങ്ക് യു.